الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد بسم الله الرحمن الرحيم فألقي السحرة سجدا قالوا آمنا برب هارون وموسى قال آمنتم له قبل أن آذن لكم إنه لكبيركم الذي علمكم السحر فلأقطعن أيديكم وأرجلكم من خلاف ولأصلبنكم في جذوع النخل ولتعلمن أينا أشد عذابا وأبقى. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ കയ്യിലുള്ള വടി താഴെയിട്ടപ്പോൾ അത് വലിയൊരു പാമ്പായി മാറുകയും സാഹിര്യങ്ങളായ ജാലവിദ്യക്കാരായ ആളുകളുടെ ആ ജാലവിദ്യയിലൂടെ പ്രത്യക്ഷപ്പെട്ട മുഴുവൻ പാമ്പുകളെയും വിഴുങ്ങുകയും ചെയ്തു. ഇത് കണ്ട ഫറോവയും ഫറോവയുടെ കിങ്കരന്മാരും ഫറോവയുടെ ജാലവിദ്യക്കാരും വല്ലാതെ അത്ഭുതപ്പെട്ടു. ഈ സംഭവത്തിൻ്റെ ശേഷം ജാലവിദ്യക്കാർ ഒന്നടങ്കം മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അംഗീകരിക്കുന്ന രംഗമാണ് ഖുർആൻ പിന്നീട് പറയുന്നത്. അതാണ് ഫഉൽഖിയ സഹറതു സുജ്ജദാ. ഈ സംഭവത്തിന് ശേഷം ഈ മുഅ്ജിസത്ത് കണ്ട് മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ ദൂതനാണെന്ന് അവർക്ക് ബോധ്യമാണ്. കാരണം അവരുടെ കയ്യിലുള്ള ജാലവിദ്യകൾ കൺകെട്ടാണെന്ന് അവർക്കറിയാം. പക്ഷെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രയോഗിച്ചത് റിയൽ സംഭവമാണ്, അത്യത്ഭുതകരമായ കാര്യമാണ്. അപ്പോൾ ഫറോവയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ട് ഫറോവയുടെ ആജ്ഞാനുവർത്തികളായി കേവലം അടിമകളായിട്ട് ജീവിക്കുകയാണ് ഈ ജാലവിദ്യക്കാർ. ഈ അത്യത്ഭുതകരമായ സംഭവം, അമാനുഷികമായ മുഅ്ജിസത്ത് മൂസാ നബി അലൈഹി സ്വലാമിൽ നിന്ന് നേരിട്ട് ബോധ്യപ്പെട്ടപ്പോൾ അവർ ഒന്നടങ്കം മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ശക്തി, മുഅ്ജിസത്ത് അംഗീകരിക്കുകയും അദ്ദേഹത്തെ വിശ്വസിക്കുകയും ചെയ്യുകയാണ്. അതാണ് ഫൗൽഖിയ സഹറത്തു സുജ്ജദാ. എല്ലാ ജാലവിദ്യക്കാരും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അംഗീകരിച്ചു. മാത്രമല്ല ഖാലൂ, അവർ ഉറക്കെ പറഞ്ഞു, പ്രഖ്യാപിച്ചു, ആമന്നാ ബിറബ്ബി ഹാറൂന വമൂസാ. ഞങ്ങളിതാ മൂസാ നബിയുടെയും ഹാറൂൻ നബിയുടെയും റബ്ബായ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു. അവിടുന്ന് ഉറക്കെ അവർ പ്രഖ്യാപിക്കുക. ഇത് കേട്ടപ്പോൾ ഫറോവക്ക് വല്ലാത്ത അരിശവും കോപവും വരികയാണ്. ആ സമയത്ത് ഫറോവ ചോദിച്ചു, ഖാല ആമൻതും ആമൻതും ഉണ്ട് ഓടുമ്പോൾ ആമൻതും ലഹു ഖബ്ല അൻ ആദന ലക്കും. ഞാൻ നിങ്ങൾക്ക് സമ്മതം തരുന്നതിന് മുമ്പ് നിങ്ങൾ മറ്റൊരു വിശ്വാസം സ്വീകരിക്കുകയാണോ? ഇന്നഹു ലകബീറുകുമുല്ലദീ അല്ലമകുമുസ് സിഹർ. നിങ്ങൾക്ക് ഈ പഠിപ്പിക്കപ്പെട്ട മുഴുവൻ ജാലവിദ്യകളുമൊക്കെ അവനാണോ, മൂസയാണോ നിങ്ങൾക്ക് പഠിപ്പിച്ചിരുന്നത്? മൂസയാണോ നിങ്ങൾക്ക്? ലകബീറുക്കും, എന്നെക്കാൾ വലിയ ആൾ മൂസയാണോ? ഓർക്കണം, ചിന്തിച്ചോ. ഫലൗഖത്തിഅന്ന ഐദിയകും വഅർജുലകും മിൻ ഖിലാഫ്. ഭീഷണിപ്പെടുത്തി, നിങ്ങളെങ്ങാനും ഈ വിശ്വാസത്തിൽ നിന്ന് പിന്തിരിഞ്ഞിട്ടില്ല എങ്കിൽ നിങ്ങളുടെ കൈകാലുകൾ എതിർവശങ്ങളിലായിട്ട് ഞാൻ മുറിച്ചു കളയും. അഥവാ ഇടത്തെ കാലും വലത്തെ കാലും മുറിച്ചു കളയും. അങ്ങനെ എതിർവശങ്ങളിലായിട്ട് നിങ്ങളുടെ കൈകാലുകൾ ഞാൻ മുറിച്ചു കളയും. മാത്രമല്ല വലഉസല്ലിബന്നകും ഫീ ജുസൂഇൻ നഖൽ. ഈ തപ്പന തടികളിൽ നിങ്ങളെ ഞാൻ ക്രൂശിക്കുന്നതാണ്. വലതഅലമുന്ന അയ്യുനാ അശദ്ദു അദാബൻ വഅബ്ഖാ. കഠിനമായി ആരാണ് ശിക്ഷിക്കുക എന്നുള്ളത് നിങ്ങൾ അറിയും,
എന്നെന്ന് നിലനിൽക്കുന്ന ശിക്ഷ ആരാണ് നടത്തുക എന്നുള്ളത് നിങ്ങൾ അറിയും, നിങ്ങൾ എൻ്റെ ശക്തി അറിയും. അതുകൊണ്ട് പിന്തിരിയണം, മൂസ അംഗീകരിക്കരുത് എന്ന ഒരു വാക്കാണ് ഫറോ പറഞ്ഞത്. ആ സമയത്ത് ആ സാഹിര്യങ്ങളായ ജാലവിദ്യക്കാരായ ആളുകൾ ഇങ്ങനെ പറഞ്ഞു അത്രേ, ഖാലൂലൻ ഉസിറക, ഈ സമയത്ത് നീ നടത്തുന്ന ഒരു ഭീഷണിക്കും ഞങ്ങൾ വഴങ്ങുകയില്ല, നിന്റെ വാക്കിന് ഞങ്ങൾ മുൻഗണന നൽകുകയില്ല. എന്തുകൊണ്ടെന്നാൽ അലമാ ജഅനാ മിനൽ ബയ്യിനാതി വല്ലദീ ഫതറനാ, ഞങ്ങളുടെ മുന്നിൽ ഇതാ നേരിട്ട് വ്യക്തമായ തെളിവുകൾ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. നീയല്ല സൃഷ്ടാവ്, നീയല്ല രാജാവ്, നീയല്ല റബ്ബ്. ഞങ്ങളെ സൃഷ്ടിച്ച റബ്ബ് മൂസയുടെ റബ്ബാണ്. വല്ലദീ ഫതറന, അതിനേക്കാൾ വലുതല്ല നിന്റെ ശിക്ഷ. അതുകൊണ്ട് നിന്റെ വാക്കുകൾ ഞങ്ങളെ സ്വാധീനിക്കുന്നില്ല. ഫഖ്ലി മാ അൻത ഖാൽ, നീ തോന്നിയതുപോലെ വിധിച്ചോ. ഇന്നമാ തഖ്ലി ഹാദിഹിൽ ഹയാത്തിദ് ദുനിയ, നിന്റെ വിധി ഈ ഐഹിക ജീവിതത്തിൽ മാത്രമേ ഉള്ളൂ, പാരത്രികമായ ലോകത്ത് നിന്റെ വിധിയില്ല. ഇന്നാ ആമന്നാ ബിറബ്ബിനാ, ഞങ്ങൾ റബ്ബിനെ കൊണ്ട് തന്നെ വിശ്വസിക്കും. എന്തിനു വേണ്ടി? ലിയഗ്ഫിറ ലനാ ഖതായാനാ, ഞങ്ങൾ ഇതുവരെ ചെയ്ത പാപങ്ങളൊക്കെ പൊറുക്കാൻ വേണ്ടി. വമാ അക്റഹ്തനാ അലൈഹി മിനസ് സിഹ്ർ, നിനക്ക് കീഴ്പ്പെട്ടുകൊണ്ട് ഞങ്ങൾ ചെയ്ത എല്ലാ ജാലവിദ്യകളും പടച്ച റബ്ബ് ഞങ്ങൾക്ക് പുറത്തു തരാൻ വേണ്ടി ഞങ്ങൾ അല്ലാഹുവിൽ തന്നെ വിശ്വസിക്കും. നീ വേണ്ടുവോളം വിധിച്ചോ, ഇഷ്ടം പോലെ വിധിച്ചോ. വല്ലാഹു ഖൈറുൻ വഅബ്ഖാ, അല്ലാഹുവാണ് എന്നെന്നും നിലനിൽക്കുന്നവരും നിന്നെക്കാൾ നല്ല വിധികർത്താവ് അല്ലാഹുമാണ് എന്ന ആ വിശ്വാസത്തിന്റെ വാക്ക് സാഹിര്യങ്ങളായ ആളുകള് പ്രഖ്യാപിക്കുകയാണ്. അഥവാ അവരുടെ ഉള്ളിലൊക്കെ പടച്ചവനുള്ള വിശ്വാസമുണ്ട്. പക്ഷേ ഫറോവയുടെ ഭീഷണിക്ക് വഴങ്ങി അവര് നിർബന്ധിതരാകുകയാണ് ചെയ്തത്. ഒരു അവസരം കിട്ടിയപ്പോൾ അവരുടെ ഈമാനൊക്കെ പുറത്തു വന്നു. തുടർന്ന് അവിടെയുള്ള വലിയ ജനക്കൂട്ടം മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിശ്വസിക്കുകയാണ്. ബനി ഇസ്രായേൽ അടക്കം മൂസ നബി അലൈഹി സ്വലാമിനെ വിശ്വസിച്ചു. ആ ഘട്ടത്തിൽ ഫറോവക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയായി. ഫറോ കൊട്ടാരത്തിലേക്ക് പോയി അവനെ അനുസരിക്കുന്ന ഒരു സംഘം ആളുകളെ ഒരുമിച്ച് കൂട്ടി. ഈ സന്ദർഭത്തിൽ മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു വഹി അറിയിച്ചു, മൂസ തന്നെ വിശ്വസിച്ച ബനി ഇസ്രായേൽ ജനതയെ കൂട്ടിയിട്ട് താങ്കൾ നാടുവിടുക. അതാണ് വലഖദ് വഹൈനാ ഇലാ മൂസ അൻ അസ്രി ബിഇബാദി, നാം മൂസക്ക് വഹി നൽകിയിരിക്കുന്നു. അൻ അസ്രി ബിഇബാദി, എന്റെ അടിമകളെയും കൊണ്ട് രാത്രിയിൽ തന്നെ പുറപ്പെടാൻ. അങ്ങനെ നൈലിന്റെ തീരത്തിലേക്ക് മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം നടന്നു നീങ്ങി. ആ സമയത്ത് നൈൽ ഒരു ഭീഷണിയായി, പിന്നിൽ നിന്ന് വരുന്ന ഫറോവ മറ്റൊരു ഭീഷണിയായി. ആ സമയത്ത് അല്ലാഹു തആല പറഞ്ഞു, ഫളിബ് ലഹും ത്വരീഖൻ ഫിൽ ബഹരി യബസാ, ആ കാണുന്ന ആ സമുദ്രത്തെ താങ്കൾ ഒരു ഉണങ്ങിയ വഴിയാക്കി മാറ്റുക. ഫിൽ ബഹരി യബസാ, നടക്കാൻ യോഗ്യമായ ഉണങ്ങിയ വടിയാക്കിയിട്ട് മാറ്റുക. ലാ തഖഫു ദറകം വലാ തഖ്ശാ, പിന്നിൽ നിന്ന് നിന്നെ പിന്തുടരുന്ന ആ ശത്രുക്കളെ താങ്കൾ ഭയപ്പെടേണ്ടതില്ല. അങ്ങനെയാണ് മഹാനായ മൂസ നബി അലൈഹി സ്വലാം ആ മോചിതത്തിന്റെ വടി കൊണ്ട് സമുദ്രത്തിൽ അടിക്കുന്നതും സമുദ്രത്തിൽ വഴി രൂപപ്പെടുന്നതും ആ വഴിയിലൂടെ മൂസ നബി അലൈഹി സ്വലാം നടന്നു പോകുന്നതും. ആയത്ത് തുടരുന്നു, ഫഅത്ബഅഹും ഫിർഔനു ബിജുനൂദിഹി, ഫിർഔൻ തന്റെ സൈന്യവുമായി പിന്നാലെ വന്നു. അങ്ങനെ ഫഗശിയഹും മിനൽ യമ്മി മാ ഗശിയഹും, അപ്പോൾ കടലിൽ നിന്ന് അവരെ ബാധിച്ചതെല്ലാം ബാധിച്ചു. അവർ ആ കടലിൽ മുങ്ങി മരിക്കുകയാണ് ചെയ്തത്. ഇത് സൂറത്തു ത്വാഹയിൽ ഇങ്ങനെയാണ് ഈ സംഭവം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. ഇതോടുകൂടി മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബനി ഇസ്രായേലിന്റെ വിമോചകനായിട്ട് മാറി. അങ്ങനെയാണ് മൂസ നബി ബനി ഇസ്രായേൽ വിമോചകനായിട്ട് മാറുന്നത്. പിന്നീട് ഈ ബനി ഇസ്രായേൽ
മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് കാണിക്കുന്ന അക്രമം, മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് കാണിക്കുന്ന നന്ദികേട്, ആ നന്ദികേടുമെല്ലാമാണ് വിശുദ്ധ ഖുർആനിൽ പിന്നീട് യാ ബനി ഇസ്രായീൽ, യാ ബനി ഇസ്രായീൽ എന്ന പ്രയോഗത്തിലൂടെ അള്ളാഹു തആല അവരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതും കേട്ടതുമായ കാര്യം നമ്മൾ കബൂൽ ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.